വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇന്ന് കണ്ടിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ. മദിരാശിയിലേക്ക് സിനിമാ മോഹങ്ങളുമായി പോകുന്ന രണ്ട് ചെറുപ്പക്കാരുടെ സൗഹൃദത്തിന്റെയും അതുപോലെ തന്നെ അവര് ആ ഒരു സിനിമാ ഫീൽഡിൽ എത്തിച്ചേർന്ന് സക്സസ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെയും അവർ നേരിടുന്ന അനുഭവങ്ങളും അവരുടെ സ്ട്രഗിൾസും ഒക്കെയാണ് ഈ സിനിമയിലൂടെ വിനീത് ശ്രീനിവാസൻ ഒരു സാഹിത്യ രീതിയിൽ അല്ലെങ്കിൽ ഒരു സാഹിത്യത്തെ ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്രണ്ട്ഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് സിനിമയുടെ സ്റ്റോറി ലൈനിൽ ത്രൂ ഔട്ടായിട്ട് നമ്മളോട് പറഞ്ഞു വെക്കാൻ വേണ്ടി വിനീത് ശ്രീനിവാസൻ ശ്രമിക്കുന്നത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് തന്നെ സിനിമാ മോഹങ്ങളെ കുറിച്ചും സിനിമാ കഥകളെ കുറിച്ചും മീൻസ് വിനീത് ശ്രീനിവാസൻ തന്നെ പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാർ, പ്രിയദർശൻ ഉൾപ്പെടെയുള്ള, ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള, മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു കേട്ട കഥകളെ കുറിച്ചൊക്കെയാണ് ഈ സിനിമയിലൂടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതൊരു സിനിമാറ്റിക് ആയിട്ട് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ് വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകൻ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഒത്തിരി താരനിരകളുള്ള വലിയൊരു സിനിമയാണ്. വിനീത് ശ്രീനിവാസൻ ഈ സിനിമയിൽ ഒരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റോൾ ഉണ്ട്. നിവിൻ പോളിയുടെ വേഷം, അജു വർഗീസിന്റെ വേഷം, അങ്ങനെ ഒത്തിരി താരങ്ങളുള്ള, കല്യാണി പ്രിയദർശന്റെ വേഷം, അങ്ങനെ ഒത്തിരി താരനിരകളുള്ള ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. വർഷങ്ങൾക്ക് ശേഷം വളരെ ഡ്രാമാറ്റിക് ആയിട്ട് ഒരു പതിഞ്ഞ താളത്തില് രണ്ട് കാലഘട്ടത്തിന്റെ കഥയാണ് വർഷങ്ങൾക്ക് ശേഷത്തിൽ കാണിക്കുന്നത്. ഒരു 70-80 പീരീഡും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസന്റ് പീരീഡും ഒക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പതിഞ്ഞ താളത്തിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു പതിഞ്ഞ താളത്തിൽ പോകുമ്പോൾ വളരെ ഓവറായിട്ടുള്ള ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് തിയേറ്ററിനുള്ളിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ ഒത്തിരി ബോറായിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്കൊന്നും നമ്മളെ സിനിമ കൊണ്ടുപോകുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന തരത്തിലുള്ള എലമെന്റ്സ് ഒന്നും ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ത്രൂ ഔട്ടായിട്ട് കിട്ടുന്നില്ല. ധ്യാൻ ശ്രീനിവാസന്റെ, പ്രണവ് മോഹൻലാലിന്റെയും അവരുടെ സ്റ്റോറിയിലൂടെ, അവരുടെ ഫ്രണ്ട്ഷിപ്പിലൂടെ ഇടയ്ക്ക് മ്യൂസിക് ഓറിയന്റഡ് ആയിട്ടൊക്കെയാണ് സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയൊരു കൊളാബറേഷൻ വർക്കൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. മ്യൂസിക്കിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ആ ഒരു ഇന്റർചേഞ്ചിലൂടെയാണ് സിനിമയുടെ കഥ ത്രൂ ഔട്ടായിട്ട് വിനീത് ശ്രീനിവാസൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, സ്ട്രഗിൾസ് അങ്ങനെ പോകുന്നതിനിടയില്ല നിവിൻ പോളിയുടെ എൻട്രി വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിന്റെ ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ തന്നെ. അവിടെ തൊട്ടാണ് പടം അടിപൊളിയായിട്ട് മാറുന്നത്. ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ അതുവരെ മിസ്സിംഗ് ആയിരുന്നു. നിവിൻ പോളി വരുന്നു, തകർക്കുന്നു. നിവിൻ പോളി ഉള്ളിടത്ത് മൊത്തം സിനിമ അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റിയിട്ടുണ്ട്. അടിപൊളിയാണ്. കിടിലൻ, അയാളുടെ കംഫർട്ട് സോൺ തന്നെയാണ് ഈ സിനിമയിലും കാണിച്ചു വെച്ചിരിക്കുന്നത്. ഡയലോഗ് ഡെലിവറി, ആ ഒരു ഹ്യൂമർ സെൻസ് എല്ലാം കൊണ്ടും നിവിൻ പോളി, എനിക്ക് തോന്നുന്നു ഈ പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസൻ ഇത്രയും തകർത്ത് പെർഫോം ചെയ്തത് നിവിൻ പോളി ഒറ്റയ്ക്ക് വന്നിട്ട് സ്കോർ ചെയ്തിട്ട് പോയി. ആ ഒരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഷാൻ റഹ്മാന്റെ മ്യൂസിക് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് വർക്കൗട്ട് ആയില്ല ഈ സിനിമയിൽ. ടോട്ടലി ഒരു പതിഞ്ഞ താളമായതുകൊണ്ടാണ് തോന്നുന്നത് വർഷങ്ങൾക്ക് ശേഷം അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ഒരു ഇതിന്റെ മുന്നത്തെ സിനിമകൾ നോക്കിയാൽ പോലും ആ ഒരു ഫീൽ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ ഈ സിനിമയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞാലും ഹൃദയം കുറച്ചുകൂടി വേറൊരു രീതിയിലായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ക്രിഞ്ച് അങ്ങനെ ഒന്നും സാധനം കാണാൻ വേണ്ടി പറ്റില്ല. ഭയങ്കര പരിപാടിയൊന്നും ഇല്ല. പക്ഷെ പതിഞ്ഞ താളവും കുറെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഒഴുക്കൻ രീതിയാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ വർക്കൗട്ട് ആയില്ല. പക്ഷെ ടോട്ടൽ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് നിവിൻ പോളിയുടെ പ്രസൻസ് തന്നെയാണ്. നിവിൻ പോളി ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ചത്തുപോയെന്ന് എനിക്ക് തോന്നി. അതുപോലത്തെ ഒരു ഫീലാണ്. പക്ഷെ നിവിൻ പോളി കിട്ടിലൻ വർക്കാണ്. അതർവൈസ് ഇത് അടിപൊളിയായിട്ടുള്ള ഒരു മേക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ ഞെട്ടിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റി. രണ്ട് കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കൊണ്ടുപോകുന്നത്. അതൊക്കെ വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. പ്രണവ് മോഹൻലാലിന്റെ പെർഫോമൻസ് അതർവൈസ് ഒരു കൂട്ടായ്മയുടെ ഒരു സിനിമയായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെ കുറിച്ച് പറയാനുള്ളത്. തിയേറ്ററിൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുമെങ്കിൽ കാണുക. പലർക്കും പല രീതിയായിരിക്കാം. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള വ്യൂ ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിരുന്നതുവരെ ബൈ ബൈ.